എൻ്റെ മുന്നാട ഇപ്പോഴത്തെ അവസ്ഥ ഇതായി. എന്തായാലും ഒരുവിധം ഉണങ്ങിയെടുത്ത് വെയിൽ കൊള്ളിക്കുകയാണ് രാവിലെ. ഒരുവിധമൊക്കെ ഉണങ്ങി. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം എൻ്റെ മുന്നാട് മുറിവ് എത്രയും പെട്ടെന്ന് ഭേദമാവാൻ. ഒരുവിധം ഭേദമായി വന്ന് പിന്നെ ഓയിൽമെൻറ്റൊക്കെ ഇടുന്നുണ്ട്. ഗുളികയൊക്കെ തീർന്ന്, ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ തീർന്ന് ഒരുവിധമൊക്കെ ഭേദമായി. രാവിലെ പൊടി അഴുക്ക് കയറുന്നതിന് മുമ്പേ തുടച്ച് വൃത്തിയാക്കി ഇത്തിരി വെയിൽ കൊള്ളിക്കുന്ന ആൾ നല്ലോണം ഉറങ്ങിയാണ്. പാവമാണ്. വെയിലുള്ള ഇങ്ങനെ ഒരു വഴിയേ ഉള്ളൂ, ജനലിൽ കൂടെ, അല്ലെങ്കിൽ ചാടി ഓടിക്കളയും. അങ്ങനെ എന്തായാലും എൻ്റെ കൊച്ചി വെയിൽ കൊള്ളുന്ന എത്രയും പെട്ടെന്ന് ഉറങ്ങി വരട്ടെ. പിറമെല്ലാം തുടച്ച് എൻ്റെ കൊച്ചിനെ വെയിൽ കൊളിച്ചാണേ. പാവമാണേ, പാവം കണ്ട മുറിവൊക്കെ ഒരുവിധമായി. ഇപ്പം തുടച്ച് വൃത്തിയാക്കി ഓയിൽമെൻറ്റ് ഇട്ടിരിക്കുന്നതിൻ്റെ അടയാളമാണ്. ഈ വന്ന കാലത്ത് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ എല്ലാവരെയും തെള്ളിക്കളയും. അതുകൊണ്ട് ഇതൊക്കെ ആർക്കായാലും നമുക്ക് കൈക്കും കാലിനും ആരോഗ്യമുള്ള കാലത്തോളം ഒരു ജീവപ്രാണിയാവട്ടെ, ഒരു തന്തയും തള്ളയാവട്ടെ, അവരെയൊക്കെ നോക്കണം. ഇന്ന് നമുക്ക് നോക്കാം എന്ന് ആഗ്രഹിക്കുന്ന നമുക്ക് തന്തയും തള്ളയില്ല. പറഞ്ഞിട്ടൊന്നും കാര്യമില്ലേ. അല്ലാ, അവരവർക്ക് ഇന്ന് ഓടാൻ സമയങ്ങൾ. എല്ലാവരും ഉള്ള സമയം ജീവപ്രാണികളെയും കൂടപ്പിറപ്പുകളെയും തന്തയും തള്ളയൊക്കെ ആയിട്ട് ഒത്തൊരുമിച്ച് പോകണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ എന്താ ചെയ്യാൻ, ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങളല്ലേ. നമ്മൾ നല്ലതെന്ന് കണ്ടാലും ആരും അത് അംഗീകരിക്കാൻ ത്തില്ല. നമ്മളിലുള്ള തെറ്റുകൾ കണ്ടുപിടിക്കും. പക്ഷേ ഒരു ജീവപ്രാണികളാണെങ്കിൽ മിണ്ടാപ്രാണികൾക്ക് മനസ്സിലാവും. അവരുടെ ആ സ്നേഹത്തിന് നമ്മൾ എന്ത് കൊടുത്താൽ മതിയാവും. എവിടെ പോയാലും വരും. 4 വർഷം കൊണ്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ മുന്നെയാണേ. അവൻ വന്നതിന് ശേഷം മനസ്സിന് സമാധാനവും ശാന്തിയും എല്ലാം ഉണ്ട്. അങ്ങനെ ഉള്ളവന് ഒരു മുറിവ് വരുമ്പോൾ നമ്മൾ തള്ളിക്കളയുമോ? അവനാണ് എൻ്റെ ഇത്. ഇവിടെ രാവിലെ വന്ന് മരുന്നിട്ട് തുടച്ച് തൂത്ത് അവിടെ ഇത്തിരി വെയിൽ കൊള്ളിക്കുന്നു. വെയിൽ കൊള്ളക്കമില്ല. എന്തായാലും ഒരുവിധമൊക്കെ അള്ളാഹുവിൻ്റെ ദുആയും ബർക്കത്തും കൊണ്ട് ഭേദമായി വന്നു. 3 മാസമായി. മതിയടി, ചിനേഹമാണല്ലോ, ശീനേഹമാണല്ലോ. വെയിൽ കൊണ്ട് കൊളുത്തൻ്റെ കൊച്ചി. ചിനേഹ പൊന്നാണ്. എല്ലാം മാറും. മിണ്ടാപ്രാണിയായതുകൊണ്ട് അവന് നമ്മളെ സ്നേഹം തിരിച്ചറിയാൻ പറ്റുന്നു. അവനെ ഉള്ളേ എനിക്ക് ആശ്രയം. നമ്മൾ പിന്നെ ആർക്ക് നല്ലത് ചെയ്താലും ഇല്ല. പിന്നെ തന്തയും തള്ളയും ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് അതുമില്ല. ബാക്കി എല്ലാവരും നമ്മളുടെ നെഗറ്റീവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കാത്തു നടക്കുന്നവർ. എനിക്ക് എല്ലാത്തിനും കൂടി സ്നേഹം നൽകാൻ എന്താ എൻ്റെ പൊന്നുണ്ടേ. എൻ്റെ മുന്നാച്ചിയാണ്. 4 വർഷം കൊണ്ട് മുന്നാന്ന് വിളിച്ചാൽ ഓടി വരികയും അവൻ വന്ന് മടിയിരിക്കുകയും അവൻ വന്ന് കിടക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പകുതി വിഷമവും നമ്മളെ മനസ്സിൽ തന്നെ ഒരു ഇതുണ്ടാകും. നമ്മളിപ്പം ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാകുന്ന ഇവനിൽ കൂടിയാണ്. ഇവൻ്റെ അടുത്ത് മിണ്ടുമ്പോൾ എല്ലാം തീരും. ഇപ്പം വേണ്ട, മനസ്സ് 0 ആയി. അവനെ ഒരുക്കി വൃത്തിയാക്കി കിടത്തിയപ്പം നമ്മളെ മനസ്സിന് പകുതി ഈ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഇത് മരിയടേ, ഈ ചൊറ്റു മരിയടേ ഞങ്ങൾക്ക്. നമ്മളെ ഒന്നിനും എവിടെ നിന്നെങ്കിലും പോയിട്ടും വരികയാണെങ്കിൽ ഓടി വരും. മകൻ്റെ അടുത്ത് വന്നിട്ട് കയറ്റ് തുറന്ന് പറയും. കയറ്റ് തുറന്നാൽ അവിടെ കിടക്കും. ഇപ്പം കയ്യിരിക്കുന്ന ബാഗ് താത്ത് വെച്ച് അവനെ എടുത്താൽ എൻ്റെ പൊന്നു വരുത്തോളേ.
എനിക്ക് അതൊക്കെ വീഡിയോ പിടിച്ചാലേ നല്ലോണം ഇടാം, പക്ഷെ ആരുമില്ല വീഡിയോ പിടിക്കാൻ. ഞാൻ സ്വന്തമായിട്ട് ഒരു കൈ കൊണ്ട് വീഡിയോ പിടിക്കും, മൊബൈലിൽ പിടിക്കും, ഒരു കൈ കൊണ്ട് ഇതിടും. അങ്ങനെയാണ് ഇത്തിരി ആയത്. ഇവന് ഞാൻ ഭയങ്കര ചൂട്ടാണേ. എൻ്റെ മുൻകാല സുഹൃതമാണ് ഇത്. എൻ്റെ വാപ്പച്ചിയും ഉമ്മച്ചിയും മരിച്ചു പോയതിന് ഈ സ്നേഹം എനിക്കുണ്ട്. കേൾക്കണണ്ട തമ്പുരാട്ടി, ലവ് യു പൊന്നെ. ഇച്ചിരി മുറ്റാണ്, മരുന്നൊക്കെ ഇട്ടപ്പോൾ അവിടെ ഒരുമാതിരി ഈർപ്പം പോലെ. അങ്ങനെ ഇച്ചിരി വെയിൽ കൊള്ളിക്കാൻ ജനലിൻ്റെ സൈഡിൽ കൊണ്ട് കിടത്തിയത്. ഓക്കെ മക്കളെ.